ഹലോ ഗൈസ്, എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മധുഹൂത്താണ് കേട്ടോ. അപ്പൊ സൂനമ്മാനോട് ഇങ്ങനെ പറയണ്ടേനും നമുക്ക് ഇന്ന് മധുഹൂത്ത് ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ. അപ്പൊ ഇമ്മ പറഞ്ഞു ഇന്ന് നമുക്കിന്ന് മധുഹൂത്ത് ഉണ്ടാക്കാം. അപ്പൊ ഇന്ന് നമുക്ക് മധുഹൂത്ത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ആദ്യം തന്നെ ഫ്ലെയിം ഒക്കെ ഓൺ ആക്കി ഒരു കുക്കർ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് എന്നിട്ട് കുക്കർ ചൂടായി വന്നപ്പോ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലോട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒനിയൻ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഉണക്കനാരങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ടൊമാറ്റോ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പൊ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അതിന്റെ അളവിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഉമ്മ പാത്രം കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കർ ഒന്ന് അടച്ചു വെച്ചു. അപ്പൊ ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇതുപോലെ ഓരോ ചിക്കനും ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പൊ ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാട്ടോ. അപ്പൊ അങ്ങനെ ഇതുപോലെ ഇതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അറബിക് മസാലയാണ് കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അറബിക് മസാല ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിലോട്ട് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പൊ എന്നിട്ട് ഇനി കുക്കർ അടച്ചു വെക്കാം. അപ്പൊ മധുഹൂത്ത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നിട്ട് കുക്കർ ഒന്ന് തുറന്ന് നോക്കട്ടെ. അപ്പൊ കുക്കർ തുറന്ന് നോക്കിയപ്പോ നല്ല സ്മെല്ല് ഉണ്ടേനു കേട്ടോ. എന്നിട്ട് മധുഹൂത്ത് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ ബാക്കി ചോറ് ഇവിടെ കുക്കറിലും ഉണ്ട് കേട്ടോ. അപ്പൊ സൂന ഇപ്പൊ ഇവിടെ ഫുഡ് കഴിക്കല് തുടങ്ങി കേട്ടോ. അപ്പൊ സൂനക്ക് മധുഹൂത്ത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി മധുഹൂത്താട്ടോ. അപ്പൊ ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലോട്ടുള്ള സോസ് ഒക്കെ ഒഴിച്ചു. അപ്പൊ ഇനി ഫുഡ് കഴിക്കാം. അപ്പൊ ഗൈസ് ഞാൻ കഴിച്ചു നോക്കിയപ്പോ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ഗൈസ് ഇന്നത്തെ മധുഹൂത്ത് റെസിപ്പി വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.